السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്മാഉൽ ഹുസ്ന അഥവാ അല്ലാഹുവിന്റെ ഉത്തമങ്ങളായ നാമങ്ങൾ, അത് മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യവും പ്രത്യേകതകളുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏതാനും പേരുകൾ, ആ പേരുകളിലേക്കുള്ള അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഏതാനും സൂചനകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അവസരത്തിലൂടെ നിങ്ങളുടെ മുമ്പാകെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നേടുവാനും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അവന്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളിൽ അൽ ഇസ്മുൽ അഅ്ളം എന്നറിയപ്പെടുന്ന ഏറ്റവും മഹത്വമേറിയ നാമം അല്ലാഹു എന്നത് തന്നെയാണ്. ആ നാമത്തിൽ ശേഷം പറയുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മറ്റ് ധാരാളക്കണക്കിനുള്ള പേരുകളിലടങ്ങിയ ആശയങ്ങളും അവയിലേക്കുള്ള സൂചനകളുമൊക്കെ അടങ്ങിയതുകൊണ്ട് ആ പേരാണ് എല്ലാ അർത്ഥത്തിലും മറ്റുള്ള പേരുകളിൽ നിന്നും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പോലും, വിഗ്രഹാരാധകന്മാര് പോലും അല്ലാഹുവിനെ മാത്രമാണ് അല്ലാഹു എന്ന് വിളിച്ചത്. വാസ്തവത്തിൽ നമുക്കറിയാം, അവർ പലരെയും ആരാധിച്ചവരാണ്, പലരോടും പ്രാർത്ഥിച്ചവരാണ്, പലർക്കും നേർച്ച വഴിപാടുകൾ അടക്കമുള്ള ആരാധനയുടെ വ്യത്യസ്ത മേഖലകൾ സമർപ്പിച്ചവരാണ്. എന്നാൽ ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യ വസ്തുക്കളെ അവർ അല്ലാഹു എന്ന് വിളിച്ചിട്ടില്ല. അത് ഏതൊരുവനാണോ അല്ലാഹു, അവന് മാത്രമേ അവരും അല്ലാഹ് എന്ന നാമം ഉപയോഗിച്ചിട്ടുള്ളൂ. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ എന്ന് തുടങ്ങുന്ന കുറെ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പൂജിക്കുന്ന ആ കക്ഷികൾ തന്നെ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് മഴ തരുന്നത്,
ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവരുടെയും മറുപടി അല്ലാഹ് എന്ന് മാത്രമായിരുന്നു. ഈ അല്ലാഹു ഏതാണ്? മുസ്ലിമീങ്ങൾ ഏതൊരു അല്ലാഹുവിലാണോ വിശ്വസിക്കുന്നത് അതേ അല്ലാഹു തന്നെയാണ് അവരും വിശ്വസിക്കുന്ന അല്ലാഹു. പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് കണക്കാക്കേണ്ട മഹത്വം അതിന്റെ കൃത്യമായ മേഖലകളിൽ അവർ സ്വീകരിച്ചില്ല, കണക്കാക്കിയില്ല എന്നതാണ് അവരുടെ വിശ്വാസത്തിൽ വന്ന ഏറ്റവും വലിയ അബദ്ധം. അത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അല്ലാഹുവിനെ അറിയേണ്ട നിലക്ക്, മനസ്സിലാക്കേണ്ട നിലക്ക് അവന്റെ മഹത്വത്തെ അവർ ഉൾക്കൊണ്ടില്ല, ആ മഹത്വം അവർ കണക്കാക്കിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാലും ഒരുപാട് പോരായ്മകൾ, ഒരുപാട് വികല വിശ്വാസങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നുവെങ്കിലും അവർ അല്ലാഹു എന്ന പേര് പറഞ്ഞിരുന്നത് നാം വിശ്വസിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് തന്നെയാണ്. അവരുടെ ഒരു പൂജ്യ വസ്തുക്കൾക്കും ആരാധ്യ വസ്തുക്കൾക്കും ലാത്തയെ ചൂണ്ടിയോ, ഉസ്സയെ ചൂണ്ടിയോ, മനാത്തയെ ചൂണ്ടിയോ, ഹുബുലുൽ അഅലയെ ചൂണ്ടിയോ, അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അള്ളയാണ് എന്നൊരു മുശ്രിക്കും പേര് വെച്ചിട്ടില്ല. അത് അല്ലാഹുവിന് മാത്രമായാണ് എല്ലാവരും പ്രയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം, മക്കയിലെ മുശ്രിക്കുകളിൽ അല്ലാഹുവിനെ അവർ അറിഞ്ഞവരാണ്, അവർ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്. റുബൂബിയത്തിൽ അഥവാ മഴ തരുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, റിസ്ഖ് നൽകുന്നത്, പടച്ചവൻ, ഈ ഒക്കെയുള്ള അർത്ഥത്തിൽ അവർ അല്ലാഹുവിനെ മാത്രമാണ് കണ്ടത് എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പാകെ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അത് അംഗീകരിക്കാത്ത മറുപക്ഷത്തുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്ക് അല്ലാഹ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, മഴ തരുന്നതാര്, ജീവിപ്പിക്കുന്നതാര്, മരിപ്പിക്കുന്നതാര് എന്നൊക്കെ ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നൊരു നേരാണ്. പക്ഷേ അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവേ അല്ല, അത് വേറൊരു അള്ളയാണ്. വേറെ ഏതോ ഒരാൾക്ക് അവർ അള്ളാഹ് പേരിട്ടതാണ്. അവരങ്ങനെ സങ്കല്പത്തിൽ ഒരാൾക്ക് അല്ലാഹു എന്ന് വിളിച്ചതാണ്. അതല്ലാതെ മുസ്ലിമീങ്ങളുടെ അള്ളയും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മറുപക്ഷത്തുള്ള അവരുടെ വാദങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പലപ്പോഴും ദുർവ്യാഖ്യാനം ചമയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ ല യഖൂലുന്നല്ലാഹ് അല്ലാഹ് പറഞ്ഞല്ലോ, അവർ അല്ലാഹുവാണെന്ന് പറയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു അവരെ സംബന്ധിച്ച് തന്നെ അവർ അംഗീകരിച്ചതിനെയാണ് അവരുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നത് എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. പക്ഷെ ജനങ്ങളെ വസ്വാസിലാക്കാൻ വേണ്ടി അവർ പറയും, ഒരേ ആളെ തന്നെ ഒരേ പേരിലുള്ള എത്ര ആളുകളുണ്ട്, അതല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളുണ്ട്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അയാൾ ഉദാഹരണം പറയാണ്, ഫറോക്കിനടുത്ത് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതേ അവസരത്തിൽ അങ്ങ് കൊല്ലം ഭാഗത്തേക്ക് പോയാൽ കരുനാഗപ്പള്ളിക്കടുത്ത് കോഴിക്കോട് ഒരു ഉൾപ്രദേശത്ത് ഒരു കോഴിക്കോടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോഴിക്കോടുണ്ട് എന്ന് അറിയണത്. ആ പ്രസംഗത്തിൽ നിന്ന് സമർത്ഥിക്കുന്നത് എന്താണ്? ഇത് രണ്ടും പേര് കോഴിക്കോടാണ്. ഒരാൾ പറയുന്നത് ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട്, ഞാൻ കോഴിക്കോടുണ്ട് എന്ന് ഞാൻ അറിയാം, എനിക്കറിയാം. വേറൊരാളും പറയണു ആ കോഴിക്കോടുണ്ട് എന്ന് എനിക്കും അറിയാം. പക്ഷെ രണ്ടാളുടെയും കോഴിക്കോട് വേറെ വേറെയാണ്. പേരിലൊരു യോജിപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കിടക്കുന്നത് കൊല്ലം ജില്ലയിൽ, ഒന്ന് കിടക്കുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിന്റെ അടുത്ത്. ഇതേപോലെയാണ് മുസ്ലിമീങ്ങൾ ഞങ്ങൾ അല്ലാഹ് എന്ന് പറയണത്, മുശ്രിക്ക് അല്ലാഹ് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാളുകളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കുന്ന ആ ഒരു സത്തയെക്കുറിച്ചല്ല മുശ്രിക്കുകൾ അല്ലാഹ് എന്ന് ഉപയോഗിച്ചത് എന്ന് വാദിക്കുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ വാദിച്ചുണ്ടാക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടാവിൽ വിശ്വസിച്ചിരുന്നു എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അത് സമ്മതിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൽ നടമാടുന്ന ഒരുപാട് ശിർക്കുകളും അതും പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ആളുകൾ ചോദിച്ചേക്കുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി കൊല്ലങ്ങളോളം സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ഈ ദുർവ്യാഖ്യാനം മുസ്ലിയാക്കന്മാര് നിലനിർത്തിപ്പോരുകയാണ്, നിലനിർത്തിപ്പോന്നിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, ഇത് രണ്ടും രണ്ട് സ്ഥലമാണ്. ആ രൂപത്തിലല്ല അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചത്. അവരെ അള്ളാഹ് എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ കൃത്യമായി അള്ളാഹുവിനെ കണക്കാക്കി മനസ്സിലാക്കി അവരങ്ങനെ മനസ്സിലാക്കിയില്ല.
ഒരേ സാധനത്തെ സംബന്ധിച്ച് തന്നെ, ഒരേ ഒരു സംഗതിയെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് സംഗതി വ്യത്യാസപ്പെടുന്നില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസം അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, അവർ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റിലും കോളിലും പെട്ടുകൊണ്ട് കപ്പൽ ആടിയുലഞ്ഞ് യാത്രക്കാര് മുങ്ങി നശിക്കുമെന്ന ഘട്ടത്തിലെത്തുമ്പോൾ അറേബ്യൻ മുശ്രിക്കുകൾ വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആ അവസ്ഥയിൽ ദഅവു, അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹുവിനെ. അല്ലാഹുവോട് അറേബ്യൻ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാ ചെയ്ത പ്രവൃത്തിയെ എതിർക്കുകയല്ല ചെയ്യുന്നത്. കടലിൽ വെച്ച് അവർ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിനെ അല്ലാഹു അംഗീകരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ കരയിലും ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അവരോട്. കടലിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കുന്നുവെങ്കിൽ ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ, കടലിലുള്ള വിഷമത്തിൽ നിന്ന് മാത്രമല്ല, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങളിൽ നിന്ന് മാത്രമല്ല, കരയിലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹു തന്നെയാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് സമ്മതിച്ചുകൂടാ എന്ന് അല്ലാഹു അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലാഹുവിനെ അവരേത് അല്ലാഹുവിനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്? കൊല്ലം ജില്ലയിലുള്ള കോഴിക്കോടിന് പോലെ വേറെ അള്ളയാണോ? അല്ല, അവർ വിളിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് അതറിഞ്ഞ അള്ളാഹു അത് എനിക്ക് വേണ്ടി അവർ നിർവഹിച്ച ഇബാദത്താണ്, അത് ശരിയാണ്, ആ സ്വഭാവമാണ് നിങ്ങൾ കരയിലും നിലനിർത്തേണ്ടത് എന്നവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വേറൊരു അള്ളാഹുവിനെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചതെങ്കിൽ, അവർ സങ്കല്പത്തിൽ കരുതിക്കൂട്ടി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വ്യക്തിക്ക് അള്ളാഹു എന്ന് പേരിട്ടിട്ട് ആ അള്ളാഹിനെ വിളിച്ചതിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിരുന്നതെങ്കിൽ അള്ളാഹു ഒരു ശിർക്കാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അല്ലേ? നിങ്ങൾ കടലിൽ വെച്ച് ആ അള്ളാഹിനെ വിളിക്കുന്നത് അത് പാടില്ല, അത് എനിക്കുള്ളത് ആയിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടില്ല. മറിച്ച് കടലിൽ വെച്ച് അവർ തന്നോട് പ്രാർത്ഥിച്ചത് അത് എനിക്കുള്ള ഇബാദത്ത് തന്നെയാണ്, അത് ശരി തന്നെയാണ്, അത് തന്നെയാണ് നിങ്ങൾ കരയിലും നിലനിർത്തേണ്ടത് എന്നവരെ കൃത്യമായി പഠിപ്പിച്ചു. അപ്പോ നോക്കണം, നിങ്ങൾ ദുർവ്യാഖ്യാനം പോകുന്ന കോലങ്ങളാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളടക്കം സർവശക്തനായ ഈ അള്ളാഹുവിനല്ലാതെ അവരെത്രയോ ആളുകളെ പൂജിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. ശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് ഒരുപാട് ബിംബങ്ങളെ, ഔസാനുകളെ, അസ്നാമുകളെ, പ്രതിമകളെ, വിഗ്രഹങ്ങളെ, കല്ലുകൊണ്ടും മരം കൊണ്ടും പണിതീർത്തിട്ടുള്ള വ്യത്യസ്തങ്ങളായ പൂജ്യവസ്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരൊറ്റ സാധനത്തിന് പോലും അള്ളാഹ് എന്ന പേര് അവരെ വിളിച്ചിട്ടില്ല. അത് ഈ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും അത്യുത്തമമായ ഏറ്റവും മഹത്വമേറിയ പടച്ചതം ഇസ്മുൽ അഅ്ളം എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹു എന്ന പേരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു പേരുള്ള ഒരാളെ, അങ്ങനെ പേരൊത്ത ഒരാളെ നിനക്ക് കാണാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിൽ നമുക്ക് കാണാം, ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ആരെങ്കിലും താങ്കൾക്കറിയാമോ? അള്ളാഹുവിന്റെ പേരൊത്ത ആ നിലക്ക് പേര് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ, ആരെയെങ്കിലും താങ്കൾക്കറിയാമോ, കാണാമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ഹൽ തഅലമു ലഹു സമീയ, അവന് തുല്യമായി അവന്റെ പേരൊത്ത ഒരാളെ താങ്കൾക്കറിയാമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ നാമമാണ് അടിസ്ഥാനപരമായ നാമം. ഇതിന്റെ മറ്റു പേരുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. മറിച്ച് മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ടല്ല. വലിർ റഹീമി അസ്മാഉൽ വലിർ റഹീമി, റഹ്മാൻ റഹീമിനുണ്ട് വേറൊരുപാട് പേരുകളുണ്ട് എന്നല്ല എന്ന് പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അപ്പൊ പേരുകളുടെയൊക്കെ എല്ലാം കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്ന ഇസ്മുൽ അഅ്ളം അള്ളാഹു എന്ന നാമമാകുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്കൃഷ്ടങ്ങളായ പേരുകളുണ്ട്. ഫദ്ഉഹു, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾ അവനെ വിളിക്കുവീൻ, ബിഹാ, അത് മുഖേന നിങ്ങൾ അവനെ വിളിക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. അപ്പോ റഹ്മാനായ അള്ളാഹ്ക്ക് പല പേരുണ്ട്, അല്ലെങ്കിൽ റഹീമിന് പല പേരുകളുണ്ട് എന്നല്ല പറയാറുള്ളത്. മറിച്ച് അള്ളാഹുവിന് പല പേരുകളുണ്ട് എന്നാണ് സാധാരണ പ്രയോഗത്തിൽ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഅ്ളമായി അറിയപ്പെടുന്നത് അള്ളാഹു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത്രമാത്രം മഹത്വമുള്ള ഈ നാമം ഇന്ന് സമൂഹത്തിൽ പല ആളുകളും പല തരീഖത്തിന്റെയും ഒക്കെ ദിക്റുകളിൽ നമുക്ക് അല്ലാ 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 എന്ന് മാത്രം ദിക്റ് ചൊല്ലുന്നത് കാണാൻ സാധിക്കും.
പടച്ചതമ്പുരാന്റെ ഈ പേര് മാത്രം പറഞ്ഞിട്ടൊരു ദിക്റുണ്ടോ? അങ്ങനെ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായി വന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് പറയാതെ വന്നു പോയിട്ടില്ല. നിങ്ങൾ നരകത്തിലേക്ക് ആപതിക്കാൻ സാധ്യതയുള്ള ഒന്നും ഞാൻ നിങ്ങൾക്ക് വിരോധിക്കാതെയും ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പേര് മാത്രം ഇങ്ങനെ ഉരുവിടുന്ന ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ ദിക്റുകളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാ അതിങ്ങനെ സ്പീഡിലാക്കി പിന്നെ എന്നായി മാറുന്നു. അങ്ങനെയാണ് അല്ലാ എന്നുള്ള ആദ്യം പോയി പിന്നീട് കേൾക്കുമ്പോൾ ഒരു എന്ന രൂപത്തിലായി മാറും. ആ ഒരവസ്ഥയിലേക്ക് ദിക്റുകൾ ചെല്ലുന്ന ധാരാളം തരീഖത്തുകളുണ്ട്. അവർ പറയുന്നു അല്ലാ 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 എന്നുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ പോരിശ വെറും അല്ലാഹ് 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 എന്ന് മാത്രം പറയുന്ന ദിക്റിനുണ്ട് എന്നുപോലും അവർ ദുർവ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇബ്നു അറബി പറയുകയാണ്. ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന തരീഖത്തുകളുടെയൊക്കെ അതുപോലെ തന്നെ സർവ്വ സൂഫി ചിന്താഗതികളുടെയും തലതൊട്ടപ്പനായ നേതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹീദ്ദീൻ ഇബ്നു അറബി. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ ശൈഖായ അബുൽ അബ്ബാസുൽ അറബിയുടെ അരികിലേക്ക്, അദ്ദേഹം ഉന്നതനായ വ്യക്തിത്വമായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അല്ലാ 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 എന്ന ദിക്ർ മാത്രം ഉരുവിടുകയാണ്. ലാ യസീദു അലൈഹി ശൈആ, അതിലൊന്നും കൂട്ടുന്നില്ല, വെറും അതന്നെ ദിക്ർ അല്ലാ 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 എന്ന് മാത്രം. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ സയ്യിദി, എന്റെ നേതാവേ, ലിമ ലാ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അല്ലാത്തത് എന്താ? അതല്ലേ അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പടച്ചതമ്പുരാന്റെ ഉലൂഹിയത്ത് അവനിൽ മാത്രമാണെന്ന് ആവർത്തിച്ചുദ്ഘോഷിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതെന്താ നിങ്ങൾ ചൊല്ലാത്തത്? അപ്പൊ ഫഖാല ലീ, എന്റെ ശൈഖിനോട് പറഞ്ഞു തന്നു, യാ വലദി, എന്റെ കുഞ്ഞു മോനെ, അൽ അൻഫാസു ബിയദില്ലാഹ്, ശ്വാസോച്ഛ്വാസങ്ങളൊക്കെ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഓരോ ശ്വാസം നമ്മൾ മേലോട്ട് വലിക്കുന്നു താഴോട്ട് വിടുന്നതൊക്കെ പടച്ചവന്റെ കൺട്രോളിലാണ്. മാ ഹിയ ബിയദി, അതെന്റെ കയ്യിലല്ല. ഫഅഖാഫു അൻ യഖ്ബിലല്ലാഹു റൂഹി ഇൻദമാ ഖൂലു ലാ ഇലാഹ ഫഉഖ്ബദു ഫീ വഹ്ശത്തിൻ നഫീ. ദാ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, ഞാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താ? ഫഅഖാഫു അൻ യഖ്ബിലല്ലാഹു റൂഹി ഇൻദമാ ഖൂലു ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഞാൻ ഒരുങ്ങുമ്പോ ലാ ഇലാഹ എന്ന് പറഞ്ഞ ഉടനെ എന്റെ ശ്വാസാണ് നിലച്ചാലോ? അപ്പൊ ഫഉഖ്ബദു ഫീ വഹ്ശത്തിൻ നഫീ, പിന്നെ ഞാൻ നിഷേധിയായിട്ട് മരിച്ചു പോകൂലേ? അതുകൊണ്ട് ഞാനത് വല്ലാതെ ഭയപ്പെടുന്നു. ഓരോ അവസരത്തിലും മേപ്പോട്ട് വരിച്ച ശ്വാസം ഇപ്പൊ കീപ്പിട്ട് വരുന്ന എന്താ ഉറപ്പ്? അപ്പൊ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ശ്വാസാണ് നിന്നൂര് ജയിക്കുക. പിന്നെ ഒരു ഇലാഹും ഇല്ല എന്നുള്ള കടുത്ത കുഫർ പറഞ്ഞിട്ടല്ലേ ഞാൻ മരിച്ചു പോവുക. അതുകൊണ്ട് അല്ലാ 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 എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, വളരെ ഉഷാറാണ്, യാതൊരു പേടിയില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലാ 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 അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോ ലാ ഇലാഹ എന്ന് പറഞ്ഞേക്കാണ്ട് മരിച്ചാണ് പോയി, മരിച്ചു വഫാത്തായി പോയെങ്കിൽ പിന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നിഷേധിയായിട്ട് ഞാൻ മരിക്കൂലേ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ മോനെ നമ്മൾ ചെല്ലണം, നമ്മൾ അല്ലാ 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 എന്ന് ചെല്ലണം. ഇതിനെന്താ മറുപടി പറയേണ്ടത്? ഖുൽ തുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് അവന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിന്റെ റസൂലിന് അങ്ങോട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കാൻ പോലും പറഞ്ഞപ്പോൾ അല്ലാ 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 എന്ന് പറയാനല്ല പറഞ്ഞത്. അപ്പോഴല്ലേ മനുഷ്യന് ഏറ്റവും പ്രയാസം തോന്നുക. ലഖിനൂ മൗതാക്കും അല്ലാഹ് എന്നാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ല, ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭയപ്പെടുകയാണെങ്കിൽ സക്കറാത്തിന്റെ ഹാലുള്ള ആളെ കുറിച്ചല്ലേ ഏറ്റവും ഭയപ്പെടേണ്ടത്? അയാളല്ലേ ഇപ്പൊ മരണത്തിന്റെ വക്രത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്, അയാളല്ലേ ഇപ്പൊ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളുടെ റൂഹല്ലേ ഇപ്പോൾ തൊണ്ടക്കുഴിയിലൂടെ ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തല്ലേ ഈ കാര്യം ഭയപ്പെടേണ്ടത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത്, മരണം ആസന്നമായ വ്യക്തിയാണെങ്കിൽ അയാളുടെ മുമ്പിൽ നീ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാ അല്ലാ എന്നുള്ള ദിക്റാണെങ്കിൽ ആ അവസരത്തിലെങ്കിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അയാളെ കൊണ്ട് എങ്ങനെങ്കിലും പ്രയാസപ്പെട്ടിട്ട് ഒന്ന് അല്ലാഹ് പറയിപ്പിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത്, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണെങ്കിൽ അവൻ ദഖലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് അർഹനായി. ഇതാ റസൂൽ പറയുന്നത്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അല്ലാ എന്നായാൽ എന്നല്ല. അങ്ങനെ ഒരു ദിക്റില്ല. അല്ലാ 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 എന്ന് 1000 തവണ അങ്ങനെ ഒരാൾ അല്ലാ അല്ലാ എന്നിങ്ങനെ എണ്ണിയാൽ അതൊരു ഇസ്ലാമിൽ അംഗീകൃതമായ ഒരു ദിക്റായി പരിഗണിക്കപ്പെടുന്നതല്ല. കാരണം മാതൃക ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂല് നമുക്ക് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത തരീഖത്തിൽ, അതാണ് മുസ്ലിമീങ്ങളുടെ തരീഖത്ത്. അതല്ലാത്തൊരു തരീഖത്ത് നമുക്കില്ല. അതിൽ ഈ ഒരു ദിക്റുകളില്ല. അപ്പൊ അല്ലാഹ് എന്നുള്ളത് ഇസ്മുല്ലാഹമല്ലേ? ഇസ്മുല്ലാഹ് അങ്ങനെ പറയാ ഇല്ല. അതൊരു ദിക്റായിട്ട് പറയുന്ന സമ്പ്രദായം ഇല്ല. മാത്രമല്ല ഇതൊരു പോരിശയും പരികെട്ടിണ്ടാക്കി. യഖൂൽ ഖുശൈരി, റിസാലത്തുൽ ഖുശൈരി എന്ന് പറഞ്ഞിട്ടൊരു സൂഫികളുടെ കിതാബുണ്ട്. ആ കിതാബ് എഴുതിയ ആളാണ് ഖുശൈരി. അയാൾ പറയണ് ഇതിന്റെ പോരിശ അല്ലാ അല്ലാ എന്ന് മാത്രം പറയണീന് പോരിശ പറയണ്. കാന മിൻ ബൈനി അസ്ഹാബിനാ റജുലുൻ യുക്സിറു അൻ യഖൂല അല്ലാ അല്ലാ ഫവഖഅ യൗമൻ അലാ റഅസിഹി ജദ്ഉൻ ഫൻശജ്ജ റഅസുഹു വസഖത അദ്ദമു ഫക്തതബ അലൽ അർളി അല്ലാ അല്ലാ. റിസാലത്തുൽ ഖുശൈരിയ എന്ന് പറയുന്ന കൃതിയിൽ പറയാണ്, കാന മിൻ ബൈനി അസ്ഹാബിനാ റജുലുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഞങ്ങളുടെ ത്വരീഖത്തിലെ മെമ്പറാ. അയാൾ യുക്സിറു അൻ യഖൂല അല്ലാഹ് അല്ലാഹ്, അയാൾ എപ്പോഴും ഇങ്ങനെ അല്ലാഹ് 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 എന്ന് മാത്രം പറയുന്ന ആളായിരുന്നു. ഫവഖഅ യൗമൻ അലാ റഅസിഹി ജദ്ഉൻ, ഒരിക്കൽ മൂപ്പരെ തലയിലേക്ക് വലിയൊരു വടവും കൊള്ളി ഇങ്ങട് വീണ്, ഒരു തടി അയാളുടെ തലയിലേക്ക് അങ്ങ് വീണ്. ഫൻശജ്ജ റഅസുഹു, തല പൊട്ടി, രക്തം ചീറ്റി തുടങ്ങി. വസഖത്തദ്ദമു, ഭൂമിയിലേക്ക് ഇങ്ങനെ ചീറ്റാണ് രക്തം. ആ രക്തം ചീറ്റുമ്പോഴും അല്ലാ അല്ലാ. എന്താ അത്ഭുതം! രക്തം ഇങ്ങനെ ചീറ്റിയിട്ട് ഭൂമിയിൽ ഇങ്ങനെ എഴുത്തു വരികയാണ്. അല്ലാ അല്ലാ എന്നാണ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് തലയിന്ന്. അല്ലാ അല്ലാ എന്നുള്ള ദിക്ർ വർദ്ധിപ്പിച്ചവന്റെ പോരിശാണ്. മുറിവായിട്ട് രക്തം വരുന്നത് പോലും അല്ലാ എന്നുള്ള മോഡലിൽ കണ്ടിട്ടില്ലേ? കുറെ ആൾക്കാർ പറയുന്നേക്കിന് മരത്തുമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്, മത്സ്യത്തുമ്മൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഉണ്ടായ കായമ്മൽ കണ്ടു, കനിയമ്മൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കിയൊരു പോരിശയാണ്. അല്ലാ അല്ലാ എന്നുള്ള ദിക്റിലുണ്ട്. അതാണ് മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് സീറ്റാണെങ്കിൽ പോലും അത് പുറത്ത് എവിടെയെങ്കിലും തട്ടിയാൽ അവിടെ വായിച്ചു നോക്കിയാൽ അല്ലാന്ന് കിട്ടുന്നു. ഈ ഒരവസ്ഥ, അതൊക്കെ ഇല്ലാത്ത പോരിശ ഉണ്ടാക്കി തീർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്മുൽ അഅ്ലമാണ് അല്ലാഹു എങ്കിലും അല്ലാഹു അല്ലാഹു മാത്രം ദിക്റില്ല. പിന്നെന്താ ചൊല്ലേണ്ടത്? അല്ലാഹുവിന്റെ പേര് മറ്റുള്ളതിനോട് ചേർത്തുകൊണ്ട്, ശേഷണങ്ങളോട് ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണുള്ളത്, അതല്ലാത്ത രീതിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, അല്ലാ അല്ലാ എന്നുള്ള ദിക്ർ ചൊല്ലിക്കോന്ന് ഖുർആനിലുണ്ട് എന്ന് വരെ ദുർവ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണിത്. എന്താണ് ആയത്ത് കേട്ടോളൂ. സൂറത്തുൽ അൻആമിലെ 91-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം മുറിച്ചെടുത്തിട്ടാ പറയാ. എന്തായാലും ആയത്തിൽ പറയണേ, ഖുലില്ലാഹ് സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ. ഇതിന്റെ അർത്ഥം വെക്കും, ഖുൽ, നീ പറഞ്ഞോ, അല്ലാഹ് അല്ലാഹ് എന്ന് നീ പറഞ്ഞോ, സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, പിന്നെ ബാക്കിയുള്ളവർ അവരുടെ പാട്ടിന് നീ വിട്ടേക്ക്, നീ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞോളൂ. അപ്പൊ മകനെ സംശയിച്ച, ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടോ? അപ്പൊ എന്നാ എന്താ സംഗതി? അതിന്റെ ഫുള്ള് ഇങ്ങോട്ട് ഓരി നോക്കിയേ. എന്താ അവിടുത്തെ വിഷയം? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള മഹത്വം അവര് കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല. ഇത് ഖാലു, അവര് പറഞ്ഞ സന്ദർഭം, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ, അല്ലാഹു ഒരു മനുഷ്യന്റെ മേലിലും യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, അല്ലാഹുവിങ്കൽ നിന്ന് ഒരാൾക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഇസ്ലാമിന്റെ ബദ്ധവൈദികളായ കക്ഷികൾ പറയാൻ തുടങ്ങിയപ്പോ മുഹമ്മദ് നബിയോട് അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കൂ നബിയെ, ഖുൽ, അവരോട് ചോദിക്കൂ, മൻ അൻസലൽ കിതാബ് അല്ലദീ ജാഅ ബിഹി മൂസാ നൂറൻ വഹുദൻ ലിന്നാസി തജ്അലൂനഹു ഖറാതീസ തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറാ വഉല്ലിംതും മാ ലം തഅലമൂ അൻതും വലാ ആബാഉകും ഖുലില്ലാഹു സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ. ഇതാണ് അതിന്റെ മുഴുവൻ ഭാഗം. അല്ലാഹ് ഒരു മനുഷ്യന്റെ മേൽ ഒന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല, അല്ലാഹ് അങ്ങനെ ഒരു കിതാബ് ഇറക്കിയിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന ഇസ്ലാം വിരുദ്ധ കക്ഷികളോട് ചോദിക്കൂ നബിയെ, അങ്ങനെയാണെങ്കിൽ മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസാ,
മൂസ കൊണ്ടുവന്ന കിതാബ് ഇറക്കിക്കൊടുത്തത് ആരാ? ആ തൗറാത്ത് നൂറൻ, അത് പ്രകാശമല്ലേ? വഹുദൽ ലിന്നാസി, ജനങ്ങൾക്കുള്ള മാർഗദർശനവുമാണ്. എന്നിട്ട് തജ്അലൂനഹു ഖറാതീസ, നിങ്ങളതിനെ തുണ്ടുകളാക്കി നിങ്ങൾ കയ്യിൽ വെക്കുന്നു. തുബ്ദൂന, കുറച്ചൊക്കെ നിങ്ങൾ വെളിവാക്കുന്നു. തുഖ്ഫൂന കസീറ, പലതും നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് മൂടി വെക്കുകയും ചെയ്യുന്നു. വഉല്ലിംതും മാ ലം തഅലമു അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ അറിഞ്ഞിട്ടില്ലാത്ത പലതും ആ ഗ്രന്ഥം മുഖേന നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുകയും ചെയ്തല്ലോ. ഇതൊക്കെ ആരാ ഇറക്കിയത്? എന്നിട്ട് നബിയോട് തന്നെ അള്ളാഹ് പറയാ, മുഹമ്മദ് നബിയെ പറഞ്ഞേക്കൂ, ഖുലില്ല, അള്ളയാണ് ഇറക്കിയത്. ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറയുന്ന കക്ഷികളോട് പറയൂ, പിന്നെ ആരാ അതൊക്കെ ഇറക്കിയത്? അതിന്റെ മറുപടിയാണ് ഖുലില്ല, അള്ളാഹു ആണെന്ന് പറഞ്ഞേക്കൂ. എന്നിട്ടും വിശ്വസിക്കാത്ത കക്ഷികളെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ. ഇതാണ് ആയത്ത്. ഈ വിഷയവും ദിക്റും തമ്മിൽ എന്ത് ബന്ധാള്? ഇവിടെ ഖുലില്ലാഹു എന്നാ അള്ളാഹ് എന്നുള്ള ദിക്റിയല്ലിക്കോല അവര് പറഞ്ഞത്, നീ അള്ളാഹ് എന്ന് പറഞ്ഞോന്ന്. ഇവിടെ പറയണത് എന്താണ്? ആരാണ് ആ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് അള്ളാഹ് മറുപടി പറയണത് അത് അള്ളയാണ്. ഖുലില്ല, അല്ല നീ അള്ളാഹ് 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 എന്ന് പറഞ്ഞോന്നല്ല. ഇങ്ങനെയാണ് അള്ളാഹിന്റെ കലാമുമായിട്ട് ഒരു ഖൗമ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനില് ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ചില ആയത്തുകൾ, അതും അവർക്ക് അരിവാക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്താ ഇതിനർത്ഥം? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നാണ് അക്ബർ, ഏറ്റവും മഹത്വമേറിയത്. അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത് എന്നതാണ് ആയത്ത്. ഇവിടെ എങ്ങനെ അർത്ഥം പറയും? വല ദിക്റു അല്ലാഹ്, അല്ലാഹ് എന്ന ദിക്ർ തന്നെയാണ് അക്ബർ, വലിയ ദിക്ർ. നോക്കണം നിങ്ങൾ, വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റു അല്ലാഹ് അക്ബർ. അല്ലാഹു എന്ന ദിക്റാണ് ഏറ്റവും വലിയ ദിക്ർ. അപ്പൊ വലിയ ദിക്ർ തന്നെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ദുർവ്യാഖ്യാനിച്ചതാണ്. ഇനി നോക്കൂ, അല്ലാഹു തആല തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുവീൻ. ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവീൻ, അള്ളാഹുവിനെ സ്മരിക്കുവീൻ. ആ ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പച്ച പിടിച്ച് നിലനിർത്തുവീൻ. നിങ്ങളുടെ ജീവിതം നന്നാകാൻ, സംസ്കാരമുള്ളവരാകാൻ, വിശ്വാസം നന്നാവാൻ, കർമ്മം നന്നാവാൻ, ഇതൊക്കെ പടച്ചു തമ്പുരാൻ പറയുന്ന ഈ ആയത്ത് പിടിച്ചിട്ട് എന്താ പറയണേ? ഇതേ അല്ലാഹ് പറയണു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉൽഖുറൂ, നിങ്ങൾ ദിക്ർ ചൊല്ലുവീൻ അല്ലാഹ, അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൂ, ദിക്റൻ കസീറ, ധാരാളം വട്ടം അല്ലാഹ് 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 എന്ന് ദിക്ർ ചൊല്ലിക്കോളൂ. എന്താ ദുർവ്യാഖ്യാനം! ഓരോരുത്തർക്കും അവരവർക്കനുസരിച്ചുകൊണ്ട് ആയത്തിന്റെ ഭാഗങ്ങളെടുത്ത് കഷ്ണിച്ച് അള്ളാഹു അതെന്തുദ്ദേശത്തിന് പറഞ്ഞോ ആ ഉദ്ദേശത്തിന് വിരുദ്ധമായി കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥ, അത് സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. എന്നാൽ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു എന്ന് മാത്രമല്ലാതെ അത് മറ്റുള്ളതുമായി ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണ് ഇസ്ലാമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ഒരു ദിവസം പറഞ്ഞാൽ, ഒരാൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിലും അവന്റെ ചെറുദോഷങ്ങൾ അത് പരിഹരിക്കപ്പെടുന്നതാണ് അതിലൂടെ. അത്ര പ്രാധാന്യമുള്ള ദിക്റാണ് സുഹൃത്തുക്കളെ. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റിന് ഏറ്റവും മഹത്വമുണ്ട്. അതൊരു ദിവസത്തിൽ ചുരുങ്ങിയത് 100 തവണയെങ്കിലും നാം നിർവഹിക്കണം. ഓരോ ദിവസവും അത് നാം കൃത്യമായി പാലിച്ചാൽ ഏതാനും മിനിറ്റുകൾ മതി ഇതിന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് മാത്രമായി, സുബ്ഹാനല്ലാഹിൽ അസീം വേറെ വരുന്നുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് ചൊല്ലുന്ന രീതിക്കപ്പുറം സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം 100 തവണ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരക്ക് സമാനമായ നുരയോളവും പതയോളവും, അതിന് അറ്റമുണ്ടോ, അത്രമാത്രം ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമാണ് ഈ ഒരൊറ്റ ദിക്ർ. അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അത് ചൊല്ലുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ നാവുകൾക്ക് പറയാൻ എളുപ്പം, തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത്, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതിന് എണ്ണവും കണക്കും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എണ്ണവും കണക്കും നിശ്ചയിക്കപ്പെടാത്തത് അങ്ങനെ തന്നെ. എണ്ണും വേണം, കണക്കാക്കൊന്നും വേണ്ട, അത് കണക്കാക്കേണ്ടതില്ല. കണക്കാക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും വെയിറ്റുള്ളതാണ്, പറയാൻ എളുപ്പമാണ്. റഹ്മാൻ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന വാചകങ്ങളാണ്.
അതേപോലെ കാണാം അഹബ്ബുൽ കലാമി ഇലല്ലാഹ് അർബഉൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. നീ അത് ഏതുകൊണ്ട് തുടങ്ങിയാലും വിരോധമില്ല. ആദ്യം ഇന്നത് പറയാന്നുള്ള തെർത്തീബൊന്നുമില്ല. 4ൽ ഏതുകൊണ്ടും നിനക്ക് തുടങ്ങാം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആദ്യം അല്ലാഹു അക്ബർ തുടങ്ങാം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുടങ്ങാം. ലാ യദുറുക് ബിഅയ്യിഹിന്ന ബദഅത്, നീ ഏതിലൂടെ ആരംഭിച്ചാലും അതിൽ ഒരു ദോഷവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അല്ലാഹു എന്ന ഇസ്മുൽ അഅ്ളമിനെ, അല്ലാഹു എന്ന മഹത്വമേറിയ ആ നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില അവന്റെ പ്രത്യേകതകളുമായി ഘടിപ്പിച്ചുകൊണ്ടാണ് ദിക്റായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ആ അല്ലാഹുവിനുള്ള ഒരുപാട് വിശേഷണങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവന്റെ ഒട്ടേറെ വിശിഷ്ടനാമങ്ങളെ പറ്റി പറയുന്നത്. അതിലേറ്റവും പരമപ്രധാനമായവ അർ-റഹ്മാൻ അർ-റഹീം എന്നതാണ്. ബിസ്മില്ലാഹ് എന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നത് അർ-റഹ്മാൻ അർ-റഹീം. ഒരാൾക്കും ഇതുപോലെ തന്നെ പറയപ്പെടാത്തൊരു പേരാണ് റഹ്മാൻ എന്നത്. ഒരാളെ സംബന്ധിച്ചും റഹ്മാൻ അർ-റഹ്മാൻ എന്ന് പറയപ്പെടാവതല്ല. പരിശുദ്ധ ഖുർആനിൽ അർ-റഹ്മാൻ എന്ന പ്രയോഗം 57 സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതേ അവസരത്തിൽ റഹീം എന്നത് 114 സ്ഥലത്തും, 57 സ്ഥലത്ത് റഹ്മാൻ ആവർത്തിച്ചു വരുന്നു. അതുപോലെ 114 സന്ദർഭങ്ങളിലായി അർ-റഹീം എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? റഹ്മാൻ എന്നത് അല്പം കൂടി വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നമ്മൾ റഹ്മാൻ എന്നതിന് അർത്ഥം പറയാറുള്ളത് ഈ ലോകത്ത് വെച്ച് അല്ലാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ്. പടച്ചവന്റെ കാരുണ്യമാണ് അത് രണ്ടും ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിക്കുന്നത്. റഹ്മാൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണത്. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ. റഹീം അതും കരുണയുമായി ബന്ധപ്പെടുന്നു. പക്ഷേ റഹീമും സൃഷ്ടികൾക്കൊക്കെ പേര് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റഹീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റഹീം പ്രയോഗിക്കാറുണ്ട്, പക്ഷേ റഹ്മാൻ എന്ന് ഒരൊറ്റ മഖ്ലൂഖിനെ സംബന്ധിച്ചും പ്രയോഗിക്കാവതല്ല. നേരത്തെ അല്ലാഹു എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഒരാൾക്കും വേണ്ടി പ്രയോഗിക്കാൻ പാടില്ലാത്ത നാമമാകുന്നു. മക്കയിലെ മുശ്രിക്കുകൾ റഹ്മാൻ എന്ന പേരവർക്ക് അറിയാമായിരുന്നു, പക്ഷെ അതിന്റെ ആ എല്ലാ പൂർണ്ണമായ അർത്ഥത്തിൽ അവർ കണക്കാക്കിയില്ല എന്നതുകൊണ്ട് റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ എന്ത് റഹ്മാൻ, ഏത് റഹ്മാൻ എന്നവർ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും. യമാമയിൽ വന്ന കള്ളപ്രവാചകൻ അയാള് റഹ്മാനുൽ യമാമ എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. യമാമയിൽ റഹ്മാൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലും ശേഷവുമൊക്കെ അയാളുമായി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കള്ളപ്രവാചകന്മാരോട്. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും അതിവിശിഷ്ടമായി ആദ്യം തന്നെ പറയുന്നത് അർ-റഹ്മാൻ എന്നതാണ്. അർ-റഹ്മാനും റഹീമും ഏറ്റവും കൂടുതൽ എല്ലാ അർത്ഥത്തിലും വ്യാപകമായി കരുണ ചെയ്യുന്നവൻ. മഴ, കാറ്റ്, സൂര്യൻ, വെളിച്ചം, മറ്റുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ വിശ്വാസികളുള്ളയിടത്ത് മാത്രമല്ല സൂര്യൻ ഉദിക്കുന്നത്, വിശ്വാസികളുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല മഴ പെയ്യുന്നത്, വിശ്വാസികളുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടെ മുശ്രിക്കും മുഅ്മിനും മുവഹിദും നാസ്തികനും നിരീശ്വരവാദിയും തെമ്മാടിയും ദോഷിയും നിർദോഷിയും ഒക്കെ പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പടച്ചതമ്പുരാന്റെ ആ റഹ്മത്ത് അത് ഈ പ്രപഞ്ചത്തിൽ അവൻ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ അവൻ നൽകിക്കൊണ്ടിരിക്കുകയാണതാണ് റഹ്മാൻ. അതേ അവസരത്തിൽ അർ-റഹീം എന്നത് വിശ്വാസികളോട് മാത്രം കരുണ ചെയ്യാൻ വേണ്ടി അവൻ ഏറ്റവും അധികം നീക്കിവെച്ചിട്ടുള്ള അവന്റെ റഹ്മത്തിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായി പണ്ഡിത ലോകം അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ ഈ വിഷയത്തിൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന നാമം മറ്റൊരാൾക്ക് പ്രയോഗിക്കാത്തതുപോലെ റഹ്മാൻ എന്നതും പ്രയോഗിക്കില്ല. ഖുർആൻ എടുത്തു പറഞ്ഞു, ഖുലില്ലാഹ അവിദുർ റഹ്മാൻ, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചോളൂ, അയ്യമ്മാ തദൂ, നിങ്ങൾ ഏത് വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവൻ അതിവിശിഷ്ടങ്ങളായ ഒട്ടേറെ നാമങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു
റഹീം എന്നൊരു സൃഷ്ടികൾക്ക് പ്രയോഗിക്കാറുണ്ട് എന്ന്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ആ അർത്ഥത്തിൽ സൃഷ്ടിക്കും റഹീം എന്ന പ്രയോഗം ഒരിക്കലും ഇല്ല. പിന്നെ സൃഷ്ടികൾക്ക് പ്രയോഗിക്കുന്ന പേരുകളും അല്ലാത്ത പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ റഹീം പോലുള്ള മറ്റു പല പേരുകളും സൃഷ്ടികൾക്ക് പ്രയോഗിക്കാറുണ്ട്. അതേ അവസരത്തിൽ വേറെ ചില നാമങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചല്ലാതെ പ്രയോഗിക്കാറില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, വൽ ഹാസിൽ മൊത്തത്തിൽ അന്ന മിൻ അസ്മാഇഹി തആല, അള്ളാഹുവിന്റെ പേരുകളിലുണ്ട് മാ യുസമ്മാ ബിഹി ഗൈറഹു, മറ്റുള്ളവയ്ക്കും പേര് വെക്കപ്പെടുന്ന നാമങ്ങൾ അള്ളാഹുവിന്റെ പേരുകളിലുണ്ട്. സൃഷ്ടികളെ സംബന്ധിച്ചും ആ പേര് പറയാറുണ്ട്. അതേ അടിസ്ഥാനത്ത് അതേ സമയത്ത് വമിൻഹാ മാ ലാ യുസമ്മാ ബിഹി ഗൈറഹു, വേറൊരാൾക്ക് ആ പേര് പറയപ്പെടാൻ പറ്റാത്തതുമുണ്ട്. ഒരു സൃഷ്ടിയെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത നാമങ്ങളുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളിൽ. ഏതുപോലെ കസ്മി, അള്ളാഹ് എന്ന പേര് പോലെ, വർ-റഹ്മാൻ, വൽ ഖാലിഖ്, വർ-റാസിഖ്, ഇതൊന്നും ഒരു സൃഷ്ടിയെ സംബന്ധിച്ചും പറഞ്ഞുകൂടാ. ഖാലിഖ്, റാസിഖ്, റഹ്മാൻ, ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചല്ലാതെ പറയാൻ പാടില്ല. ഫലിഹാദാ, ഇക്കാരണത്താലാണ് ബദഅ, അവൻ തുടങ്ങിയത് ബിസ്മില്ലാഹ് വവസഫഹു ബിർ-റഹ്മാൻ, അത് കഴിഞ്ഞാൽ ഉടനെ ലിഅന്നഹു അഖസ്സു വഅറഫു മിനർ റഹീം, പിന്നെ അതിനുശേഷം റഹീം എന്ന് പ്രയോഗിക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ളത്, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. ഈ റഹ്മാൻ എന്ന വിശേഷണവും റഹീം എന്ന വിശേഷണവും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ വിശാലതയാണ് ഈ രണ്ട് നാമങ്ങളും ഉൾക്കൊള്ളുന്നത്. പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അവൻ റഹ്മാനാണ് റഹീമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വലിയ ശാന്തിയാണ്. എന്നോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവൻ എന്റെ നാഥനാണ് എന്നൊരു വിശ്വാസി വിശ്വസിച്ചു കഴിഞ്ഞാൽ കരുണയ്ക്ക് വേണ്ടി അവൻ മുട്ടുന്ന വിവിധ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം അവൻ കാരുണ്യത്തിന് വേണ്ടി യാചിക്കും. അങ്ങനെ യാചിക്കുന്ന ഒരവസ്ഥയിൽ എത്തണം. അതാണ് റഹ്മാൻ എന്നതിന്റെ വിശേഷണം. അല്ലാഹു തആല പറയുന്നു, വറഹ്മതി, എന്റെ കാരുണ്യം വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളിലും ചൂഴ്ന്നു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ റഹ്മത്താണ്. എല്ലാം പടച്ച തമ്പുരാന്റെ റഹ്മത്താണ്. ഈ കാണുന്നത് മുഴുവൻ, ഇവിടെയുള്ള ആകാശങ്ങൾ, ഭൂമികൾ, അതുപോലെ തന്നെ സമുദ്രങ്ങൾ, മറ്റുള്ള സസ്യലതാദികൾ, ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഒക്കെ ഈ സമൂഹത്തിന് അള്ളാഹു സമർപ്പിച്ചതെന്ന നിഅമത്തുകളാണ്. വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തിലൂടെയാണ് മനുഷ്യരിവിടെ ശ്വസിക്കുന്നത്, കുടിക്കുന്നത്, ഭുജിക്കുന്നത്, താമസിക്കുന്നത്, സുഖമനുഭവിക്കുന്നത്. എല്ലാം അവന്റെ റഹ്മത്താണ്. അതിലവൻ ജാതി മതം നോക്കാറില്ല. എല്ലാ വസ്തുക്കളിലും അവന്റേതായ റഹ്മത്ത് ചൂഴ്ന്നു നിൽക്കുകയാണ്. അതേ അവസരത്തിൽ ഉടനെ അല്ലാഹു പറയുന്നു, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ഫസഅക്തുബുഹാ എന്നാൽ ആ റഹ്മത്തിനെ നാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നാം അതിനെ രേഖപ്പെടുത്തുന്നതാണ്. ലില്ലദീന യത്തഖൂന, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്, വയുഅ്തൂന അസ്സകാത, സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു അതങ്ങ് നിർബന്ധമായും അവനങ്ങ് നീക്കിവെച്ചിരിക്കുകയാണ്. അത് ഇവിടെ വെച്ചല്ല, അത് ആഖിറത്തിലേക്ക് അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അവന്റെ കാരുണ്യത്തിന്റെ വിശാലതയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചല്ലോ. ഇന്നല്ലാഹ ഖലഖർ റഹ്മ, അല്ലാഹു കാരുണ്യത്തെ സൃഷ്ടിച്ചു. യൗമ ഖലഖഹാ, അത് സൃഷ്ടിച്ചെന്ന് മിഅത്ത റഹ്മത്തിൻ, 100 അംശമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 100 ഇരട്ടി റഹ്മത്ത്. എല്ലാ റഹ്മത്തും കൂടെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ 100 അംശമായി നാം സങ്കല്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 100 ആക്കി നാം അതിനെ കാണുകയാണെങ്കിൽ അല്ലാഹു അങ്ങനെയാണത് ആക്കിയിട്ടുള്ളത്. അതിൽ 99 തന്റെ യഥാർത്ഥത്തിൽ തന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് തന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മുഅ്മിനുകൾക്ക്, മുത്തഖീകൾക്ക്, മുവഹ്ഹിദുകൾക്ക്, മുസ്ലിമുകൾക്ക് അല്ലാഹു നാളെ പരലോകത്തേക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുകയാണ്. ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്, ഒരംശം. ആ ഒരംശമാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും. എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ റഹ്മത്തിന്റെ ഒരംശത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ നമ്മൾ സാധാരണ ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എന്തൊരു കരുണയുള്ള മനുഷ്യൻ,
എന്തൊരു സ്നേഹമാണ് ഇവിടെയുള്ള തള്ളപ്പക്ഷികൾ അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം, കൈക്കുഞ്ഞിനോട് അതിന്റെ ഉമ്മ കാണിക്കുന്ന സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരിക്കൽ, യുദ്ധസമ്പത്തായിക്കൊണ്ട് യുദ്ധരംഗത്ത് നിന്ന് ബന്ധിതരായി പിടിക്കപ്പെട്ട കുറെ ആളുകൾ, ബന്ധിതരായി കൊണ്ടുവരപ്പെട്ട ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലെത്തി നിൽക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരു പെണ്ണ് അതിന്റെ കൈക്കുഞ്ഞിനെ തിരയുകയാണ്. യുദ്ധരംഗത്ത് നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന തടവുകാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് ഓടി വന്നുകൊണ്ട് അതിന്റെ കുഞ്ഞിനെ തിരയുകയാണ്. കൈക്കുഞ്ഞ്, മുലയൂട്ടുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപാടെ ഈ സ്ത്രീ ആ കുഞ്ഞിനെ വാരിക്കോരി തെരുതരാ ഉമ്മ വെക്കുകയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ കുഞ്ഞിനെ കിട്ടിയ ആനന്ദത്തിൽ എല്ലാം മറന്നുകൊണ്ട് ഓടുന്ന ഒരു ഉമ്മ. ആ ഉമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സഹാബത്തിനോട്, നിങ്ങൾ കണ്ടില്ലേ ആ ഉമ്മക്കതിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം? ആ ഉമ്മ ഏതെങ്കിലും ഒരു കാരണവശാൽ എന്ത് അപകടത്തിൽപ്പെടുകയാണെങ്കിലും ആ കൈക്കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ല നബിയെ. അത്രമാത്രം സ്നേഹിക്കുന്നു ആ കുഞ്ഞിനെ ആ തള്ള. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ, വല്ലാഹ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹാ. ഈ തള്ളക്ക്, ഈ ഉമ്മക്ക് അവരുടെ കൈക്കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ 10 മടങ്ങ് എത്രയോ ഇരട്ടിയാണ് അർഹമുർ റഹീമീനായ അല്ലാഹുവിന് അവന്റെ അടിമകളോടുള്ളത്. അത്ര വലിയ സ്നേഹവും കാരുണ്യവുമാണ് പടച്ചവൻ അവന്റെ പടപ്പുകളോടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാരുണ്യങ്ങളും പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ 100% മാത്രമേ ഈ ഭൂമുഖത്തേക്ക് അവൻ ഇറക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കാണുന്ന കാരുണ്യങ്ങൾ മുഴുവൻ. ഇതിന്റെയും 99 ഇരട്ടി പരലോകത്ത് അല്ലാഹു തആല കാത്തുവെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് എത്രയായിരിക്കും അല്ലാഹു കൊടുക്കുന്നത്? അവന്റെ റഹ്മത്തിന്റെ അറ്റമുണ്ടാകുമോ? എന്തുമാത്രം ധാരാളമായിട്ടാണ് അല്ലാഹു പരലോകത്ത് മുഅ്മിനീങ്ങളെ സമീപിക്കുന്നത്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അവർക്ക് വർദ്ധിച്ച രൂപത്തിൽ നൽകുന്നത്. ഒരു നന്മ ചെയ്താൽ മൻജാ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവൻ അതിന്റെ പ്രതിഫലം തുടങ്ങുന്നത് തന്നെ അതിന്റെ 10 ഇരട്ടിയാണ്. എന്നാൽ ഒമൻജാ ബിസ് സയ്യിഅതി, ഒരു തെറ്റ് ചെയ്താൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ, അതിന് തുല്യമായ ഒരു ശിക്ഷയല്ലാതെ അല്ലാഹു കൊടുക്കുന്നില്ല. നന്മക്ക് 1 ചെയ്ത 10 നന്മ ചെയ്ത കൂലിയ കൊടുക്കുക. തെറ്റ് ചെയ്താലോ 1 തെറ്റിന്റെ ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. ഇങ്ങനെ അവന്റെ റഹ്മത്ത് അവൻ വിശാലമായി ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പരലോകത്തേക്ക്. അതിൽ ഒരു അംശമാണ് ഇവിടെ ഈ കാണുന്ന എല്ലാ കാരുണ്യങ്ങളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, നിങ്ങൾ റഹ്മാനായ അല്ലാഹുവിന്റെ ആ നാമം, റഹീമായ അല്ലാഹുവിന്റെ നാമം, അതിലടങ്ങിയ ആശയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കണം. കരുണയുള്ളവരാകൂ വിശ്വാസികളെ. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ഭൂമിയിലുള്ള സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ കാരുണ്യത്തിന് വേണ്ടി നിങ്ങൾ കേഴുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് യർഹമുക്കും മൻ ഫിസ് സമാ, ഉപരിലോകത്തുള്ളവൻ, 7 ആകാശങ്ങളുടെയും മീതെയുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, കരുണ കാണിക്കുന്ന സ്വഭാവമുള്ള ആളുകളോട് പടച്ചതമ്പുരാനും കരുണ കാണിക്കുന്നതാണ് എന്നിങ്ങനെ ധാരാളം ഹദീസുകളിൽ ആ വിഷയത്തിൽ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ പ്രവാചകൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു, മൻ ലാ യർഹമുന്നാസ് ലാ യർഹമുഹുല്ലാഹ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ, സഹജീവികളോട് കാരുണ്യത്തോടുകൂടി പെരുമാറാത്തവൻ, ലാ യർഹമുഹുല്ലാഹ്, അല്ലാഹു അവനോടൊരിക്കലും കരുണ ചെയ്യുന്നതല്ല. പടച്ചതമ്പുരാനും അവനെ കാരുണ്യം അവരിലേക്ക് ഒരിക്കലും നൽകുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകന്റെ മുമ്പിൽ ഒരു അഅറാബി വന്നു നിൽക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുന്ന കാഴ്ചയാണ് ഈ ഗ്രാമീണനായ മനുഷ്യൻ കാണുന്നത്. അയാൾ ചോദിക്കുക, നിങ്ങൾ കുട്ടികളെ ചുംബിക്കൂ, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന, ഒരു കുറവല്ലേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാണ്, അവ അംലിക്കു ഇൻകാന അല്ലാഹു നസഅ മിൻകും റഹ്മ മിൻ ഖൽബിക റഹ്മ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് എന്ന് പറയുന്ന ഗുണത്തെ അല്ലാഹു ഊരി നീക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? റഹ്മത്തിന്റെ സ്വഭാവമാണ് ഈ കാണുന്നത്, കാരുണ്യത്തിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളോട് ചുംബിക്കുന്നത്, കുഞ്ഞുങ്ങളെ മുത്തമിടുന്നത് വരെ
റഹ്മത്തിന്റേതായ നല്ല അംശമായി, നല്ലൊരു പ്രത്യേകമായ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ റഹ്മത്ത് എന്ന ഗുണം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നവൻ അതാണ് റഹ്മാൻ റഹീം. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, റഹ്മത്തിനെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച പേരിലൂടെ ചോദിക്കുക. അങ്ങനെയാണ് അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള പ്രാർത്ഥനയുടെ രീതി. പടച്ചവനെ, നീ എന്റെ പാപം പൊറുക്കണമേ എന്ന് പറയുമ്പോൾ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ എന്ന പേര് പറയാ. അതേ അവസരത്തിൽ പടച്ചതമ്പുരാനെ, നീ എന്റെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പോ നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ എന്നല്ല പറയേണ്ടത്, നീയാണ് രോഗം ശമിപ്പിക്കുന്നവൻ. അതുപോലെ തന്നെ ഞാനൊരു പ്രാർത്ഥിക്കുന്ന പടച്ചവനെ നിന്നോട്, നീ ഉത്തരം ചെയ്യുന്നവനാണല്ലോ, ഇന്നക സമീഉദ് ദുആ, നീയാണല്ലോ വിളി കേൾക്കുന്നവൻ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് നാം എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹുമ്മ റഹംനി, പടച്ചവനെ നീ എന്നോട് റഹ്മത്ത് ചെയ്യണേ, യാ റഹ്മർ റഹീമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന റഹ്മാനെ, അതിനോട് സാന്ദർഭികമായി യോജിക്കുന്ന പേരുകൾ. അങ്ങനെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അതിലൂടെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ ആ പേരുകളുടെ ആശയം ശരിക്കും മനസ്സിലാകുമ്പോൾ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് കൂടുതൽ ദൃഢതരമാകും എന്നാണ് അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വന്ന നാമങ്ങളിൽ അല്ലാഹു എന്ന നാമം കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായി തൊട്ടടുത്ത് നിൽക്കുന്നത് റഹ്മാൻ അർ റഹീം എന്നതാണ്. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് അതിലൂടെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും അല്ലാഹുവിനെ മനസ്സിലാക്കാനും ആ സ്വഭാവങ്ങൾ സഹജീവികളോടുള്ള പ്രവർത്തനങ്ങളിലും പെരുമാറിക്കൊണ്ട് തന്റെ ജീവിതത്തെ, തന്റെ കർമ്മത്തെ, തന്റെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പരലോക വിജയം നേടുന്നതിനായിരിക്കണം. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഏറ്റവും മഹത്വമുള്ള റഹ്മാൻ, അതും റഹ്മാൻ എന്നൊരു ദിക്റില്ല, റഹീം എന്നൊരു ദിക്റില്ല, അതൊക്കെ അതിനോട് മറ്റ് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന പദങ്ങളുമായി ചേർത്തുകൊണ്ടാണ് നാം ദിക്റുകളായി ദുആകളായി കൊണ്ട് നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും പല രൂപത്തിലുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ധാരാളം നാമങ്ങളുണ്ട്. അവയെക്കുറിച്ചൊക്കെ വഴിയെ നമുക്ക് വിശാലമായ രൂപത്തിലല്ലാതെ പെട്ടെന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുക എന്ന നിലക്ക് വിശദീകരിച്ചു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി മനസ്സിലാക്കുകയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് അവരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. നമ്മുടെ പ്രവർത്തനത്തിൽ ആ ദുആയോട് അനുയോജ്യമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും ആവേശവും നിലനിർത്തുക. അള്ളാഹുവിന്റെ ദീനറിയാൻ വേണ്ടിയുള്ള ഉത്സാഹം ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് അടുക്കുമെന്നാണ്. നാം എപ്പോഴും എന്ത് താല്പര്യത്തോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുന്നുവോ അതുപോലെയാണ് അള്ളാഹു അന ഇൻദല്ലി അബ്ദി, എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ അവനോട്. എന്നെപ്പറ്റി അവൻ ഖൈർ വിചാരിച്ചാൽ ഫലഹു, അവന് ഖൈർ കിട്ടും. എന്നെപ്പറ്റി അവൻ മോശമാണോ വിചാരിക്കുന്നത് എങ്കിൽ അവന് കിട്ടുന്നത് അതായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, പടച്ചതമ്പുരാൻ എന്നെ കൈവിടില്ല, അവൻ കരുണാമയനാണ്, എന്നെ ഒരിക്കലും അവൻ വെറുക്കില്ല, എനിക്കവൻ പുറത്തു തരും, ഇങ്ങനെ നല്ല ധാരണകൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ രൂഢമൂലമാകാൻ ഇത്തരത്തിലുള്ള നാമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക. ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ കൂടുതൽ അറിയുക. പടച്ചതമ്പുരാൻ അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവനെ ശരിക്കും മനസ്സിലാക്കി അവനെ ഭയപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ അവൻ നികത്തി തരുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.